ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തിന്റെ കൂടെ ശ്യാമ പിന്നിലൂടെ വരുന്നത് കണ്ട് ശാലിനി വേഗം ശ്യാമയെ തല്ലുവാനായി പിടിച്ച് തന്റെ മുന്നിലേക്കായി നിർത്തുന്നു. ഇത് കണ്ട ഉടനെ തന്നെ രോഹിത് ശാലിനിയെ തടഞ്ഞു. ശാലിനി വേണ്ട. ഇത് കേട്ട ഉടനെ ശാലിനി രോഹിത്തിനോട് പറഞ്ഞു, വേണ്ട രോഹിത്, രോഹിത് മാറിയെന്നേ. ഇവളെ തല്ലണ്ട എന്ന് വെച്ച് നമ്മള് വെറുതെ ഇവളെ വിടുന്നതാണ്. ഇവൾ ഇതുപോലെയെല്ലാം ആകാൻ കാരണം. ഇനി ഇവക്ക് രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും രോഹിത്തിനെ പിന്നിലൊളിച്ച ശ്യാമയെ പിടിച്ചു വലിച്ച് തല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും രോഹിത് വീണ്ടും ശാലിനിയെ കയ്യിൽ നിന്ന് ശ്യാമയെ പിടിച്ച് തന്റെ അരികിലേക്ക് തന്നെ ചേർത്ത് നിർത്തുന്നു. ശാലിനി വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്ന രോഹിത്തിന്റെ ചോദ്യം കേട്ട് ശാലിനിയും വിഷ്ണുവും അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും രോഹിത്തിന് പിന്നിൽ നിന്നിരുന്ന ശ്യാമ രോഹിത്തിന്റെ തോളിലേക്ക് ചേർന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴേക്കും ശാലിനിയോട് വിഷ്ണു ചോദിച്ചു, ഇയാൾക്ക് ഇതുവരെയായിട്ടും ഈ സീൻ മനസ്സിലായില്ലേ? എടോ, തന്റെ തല്ല് കിട്ടാതെ തന്നെ ആള് നേരെയായിന്ന് എന്ന് പറഞ്ഞതും ശാലിനി അതിശയത്തോടെ രോഹിത്തിനോട് ചോദിച്ചു, രോഹിത്തെ, സത്യമാണോ ഇത് എന്ന് രോഹിത്തിനോട് ശാലിനി അന്വേഷിച്ചതും വിഷ്ണുവും ജഗദീപുമൊക്കെ ചിരിച്ചുകൊണ്ട് രോഹിത്തിനെ നോക്കുന്നു. അപ്പോഴേക്കും രോഹിത്തിന്റെ നെഞ്ചില് തോളിലേക്ക് ചേർന്ന് കിടക്കുന്ന ശ്യാമയെ ഉടനെ ശാലിനി പറഞ്ഞു, രോഹിത്ത് ഒന്ന് മാറിക്കേ, അവളെ ഇങ്ങ് കാണിച്ചേ എന്ന് പറഞ്ഞ് ശാലിനി വേഗം ശ്യാമയെ പിടിച്ച് തന്നെ മുന്നിലേക്കായി നിർത്തി. ശാലിനിയുടെ അരികിലേക്ക് വളരെ പേടിയോടെ എത്തിയ ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനിക്ക് മുന്നിൽ നിൽക്കുമ്പോ ശ്യാമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അമ്പടി കള്ളി, അപ്പോ അത് ശരി, നീ അപ്പോ ഇത്രയൊക്കെ ഒപ്പിച്ചായിരുന്നു അല്ലെ? അല്ല രോഹിത്, എന്ത് മാജിക്കാണ് രോഹിത് ശ്യാമയുടെ മുന്നിൽ പ്രയോഗിച്ചത് എന്ന് ശ്യാമ ഇങ്ങനെ മാറാനുള്ള കാരണമെന്ന് ശാലിനി അന്വേഷിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഓ, ഈ പറയുന്ന ആളോ അത്ര നിസ്സാരക്കാരിയൊന്നും അല്ലല്ലോ. വേണ്ട രോഹിത്തെ, അത് പറയണ്ട, അത് നിങ്ങളുടെ സ്വകാര്യമായിട്ടങ്ങ് ഇരുന്നോട്ടെ. പിന്നെ ഈ പറയുന്ന ആള് എത്ര നാളാ എന്നെ വെള്ളം കുടിപ്പിച്ചത് എന്ന് ശാലിനിയെ നോക്കി വിഷ്ണു പറയുമ്പോ വിഷ്ണുവിനെ ശാലിനി ഒന്ന് ദേഷ്യത്തോടെ തുറച്ചു നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അല്ല, താനിപ്പോ എന്തിനാ അത് അറിഞ്ഞിട്ട് എന്ന് വിഷ്ണു ചോദിച്ചത് കേട്ട് ശാലിനി പറഞ്ഞു, വേറൊന്നും അല്ല വിഷ്ണുവേട്ടാ, ആ കാര്യം ഒന്ന് അറിയുകയാണെങ്കിലേ ജഗദീപിന് ഒന്ന് ഉപദേശിച്ചു കൊടുക്കായിരുന്നു, സുസ്മിതയെ ഒന്ന് മാറ്റിയെടുക്കാനേ, അതാ എന്ന് പറഞ്ഞതും വിഷ്ണു ഓ അത് ശരിയാ എന്ന് പറഞ്ഞ് തലയാട്ടുമ്പോ ജഗദീപും അത് കേട്ട് തലയാട്ടുന്നു. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ടും ഒന്നും മനസ്സിലാകാതെ നിന്ന ശ്യാമ ചോദിച്ചത്, സുസ്മിതയെ നേരെയാക്കാനോ? അതിന് സുസ്മിതയുടെ കല്യാണം കഴിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ശ്യാമ ചോദിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. ഇതിനിടയിൽ ദാ അതാരാ കെട്ടിയെന്നറിയണ്ടേ, ദാ അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞ് ജഗദീപിനെ ചൂണ്ടിക്കാട്ടുന്നു വിഷ്ണു. അപ്പോഴേക്കും പെട്ടെന്ന് ശ്യാമയ്ക്കാകെ അതിശയമായി. അന്ന് ബോട്ട് സർവീസിന് പോയ സമയത്ത് അവിടെ കണ്ട ഒരു വൃക്ഷച്ചൂട്ടിലിരുന്ന സന്യാസിയല്ലേ അതെന്ന് ശ്യാമ പെട്ടെന്ന് ആലോചിച്ചു. ശ്യാമ അതുകൊണ്ട് ചോദിച്ചു, അല്ല, ഇത് ഒരു സന്യാസിയല്ലേ എന്ന് ചോദിച്ചതും ഉടനെ തന്നെ ജഗദീപ് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതൊക്കെ ഓരോ ജീവിത മാർഗങ്ങൾ, അത്രയേ ഉള്ളൂ എന്ന് ജഗദീപ് പറയുന്നത് കേട്ട് ശ്യാമ പറഞ്ഞു, അല്ലെങ്കിലും ആ സുസ്മിതയ്ക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ശ്യാമ പറഞ്ഞത് കേട്ട് ജഗദീപ് താൻ ഒരു തല്ലിപ്പൊളി ആയതുകൊണ്ട് എന്നുള്ള രീതിയിലാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്ന സംശയത്തോടെ ശ്യാമയെ നോക്കി. അപ്പോഴേക്കും ഉടനെ ജഗദീപ് പറഞ്ഞു, അപ്പൊ ആശാനെ ഞാൻ അങ്ങ് തെറിച്ചോട്ടെ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ശരി, എല്ലാം ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞതും ജഗദീപ് പറഞ്ഞു, ആശാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം കൈ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, ശരി, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു, സുമംഗലി ഭവ എന്ന് പറഞ്ഞ് ദീർഘസുമംഗലി ഭവ എന്ന് കൈ ഉയർത്തിപ്പിടിച്ച് വിഷ്ണു ആശീർവദിക്കുന്നത് കേട്ട് രോഹിതന്റെയും മറ്റുള്ളവരുടെയും മുഖത്ത് ചിരി പടർന്നു. ഉടനെ തന്നെ അതിശയപ്പെട്ട ജഗദീപ് നോക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു, എന്റെ വിഷ്ണുവേട്ടാ, അത് സ്ത്രീകൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്. ഉടനെ സുമംഗലി എന്ന് പറഞ്ഞ സ്ത്രീകളാണ് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, എന്നാ ശരി, സുമംഗലൻ ഭവ എന്താ പോരെ. അപ്പോഴേക്കും ജഗദീപ് ശാലിനിയെ മറ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാലേ ഞാനിവിടെ നിന്ന് വേഗം പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയും നിന്നാലേ ഇനി സുഖപ്രസവത്തിന്റെ കൂടി വരം ചിലപ്പോൾ കിട്ടിയേക്കും എന്ന് പറഞ്ഞതും ശരി ശരി വിട്ടോടാ എന്ന് പറഞ്ഞ് വിഷ്ണു മറ്റെല്ലാവരും ചിരിച്ചുകൊണ്ട് ജഗദീപിനെ യാത്ര അയച്ചു. അപ്പോഴാണ് സത്യഭാമ സരള പറഞ്ഞ അനുസരിച്ച് നേരെ കരുണ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതറിയാതെ വിഷ്ണുവും ശാലിനിയും ഒക്കെ രോഹിത്തിനോടും ശ്യാമയോടും ഇത്രയും പെട്ടെന്ന് കാറും കോളും ഒക്കെ ഒന്ന് കെട്ടടങ്ങിയല്ലോ, അതെന്തുകൊണ്ടും വലിയ സന്തോഷം എന്ന് വിഷ്ണു പറയുമ്പോ ശാലിനിയോട് ചോദിച്ചു, എന്നാ നമുക്കിനി പോയാലോ? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, പോകാം വിഷ്ണുട്ടാ, അതിനു മുൻപ് നിങ്ങളോടെല്ലാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനു മുൻപ് നിങ്ങൾ എപ്പോഴും കീരിയും പാമ്പും പോലെയായിരുന്നു. എന്നാ ഇനി ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അക്കാര്യം സത്യാമ്മ അറിഞ്ഞിരുന്നില്ല. ഇനിയും അക്കാര്യം സത്യാമ്മ അറിയാതെ നോക്കണം. മറ്റെന്തറിഞ്ഞാലും സത്യാമ്മ ഇപ്പൊ നടന്ന ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ സത്യാമ്മ അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ദീപകിനെ കാണാൻ ഐഷാമ്മ പോയ വിവരം. അങ്ങനെ സംഭവിച്ചാൽ അതെന്തെങ്കിലും സത്യാമ്മ അറിഞ്ഞാൽ സ്വന്തം മക്കളെ പോലും സത്യാമ്മ വെറുതെ വിട്ടെന്ന് വരില്ല എന്ന്, മക്കളോട് പോലും ക്ഷമിക്കുകയില്ല എന്ന്
വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു ശരി തന്നെയാണെന്നുള്ള രീതിയിൽ ശാലിനിയെ നോക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് സത്യഭാമ ആ കരുണ ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. വിഷ്ണു എല്ലാവരും ചോദിച്ചു, അപ്പോ നമുക്ക് ഇറങ്ങാം. പിന്നെ ശാലിനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇക്കാര്യം ഒരു കാരണവശാലും അമ്മ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചിരിച്ച സന്തോഷത്തോടെ വിഷ്ണുവും മറ്റെല്ലാവരും കൂടി അവിടുന്ന് പോകാനായി തിരിഞ്ഞതും തൊട്ടു മുന്നിൽ സത്യാമ്മ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു. വിഷ്ണുവും ശാലിനിയും രോഹിത്തുമെല്ലാം ആകെ പകച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും സത്യഭാമ അവരുടെ മുന്നിലേക്ക് നടന്നു വന്നു. ഉടനെ തന്നെ വിഷ്ണു ആകെ ആശങ്കയോടെ ചോദിച്ചു, അല്ല അമ്മ എന്താ ഇവിടെ? ഉടനെ തന്നെ സത്യഭാമ ചോദിച്ചു, അല്ല ഈ ചോദ്യം ഞാനല്ലേടാ നിന്നോട് ചോദിക്കേണ്ടത്, നീ ഇപ്പോ ഇങ്ങോട്ട് ചോദിച്ചത് തിരിച്ച് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്, നിങ്ങളെന്താ ഇവിടെ? ഉടനെ തന്നെ വിഷ്ണു എന്ത് മറുപടി പറയാന്നോർത്ത് ആകെ ടെൻഷനിലായി. അത് പിന്നെ അമ്മേ എന്ന് പറഞ്ഞ് വിഷ്ണു മറുപടി പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. സത്യഭാമ പറഞ്ഞു, അതെ നുണ പറയാനേ എന്റെ മോൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നുമില്ല, എല്ലാം ഞാൻ അറിഞ്ഞു. അത് കേട്ടതും വിഷ്ണുവിനും ശാലിനിക്കും എല്ലാവർക്കും വീണ്ടും ആശങ്ക കൂടുന്നു. എന്താ കാര്യം എന്നറിയാതെ സത്യാമിനി എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന ആധിയോടെ അവർ നോക്കി നിൽക്കുമ്പോഴാണ് സത്യഭാമ അരികിലേക്ക് വന്ന് ശാലിനിയോട് പറഞ്ഞു, അതെ സത്യത്തിൽ ഇവളെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരെ ശ്യാമയുടെ നേരെ തിരിഞ്ഞിട്ട് ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, അന്ന് ദാമ്പത്യ പൂജയുടെ ദിവസം നിന്റെ കയ്യിൽ കിടന്നിരുന്ന ആ ഏലസ് നീ വലിച്ചെറിഞ്ഞപ്പോ തന്നെ ആ ബന്ധം അവിടെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. അന്ന് തന്നെ നിന്നെ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചിറക്കേണ്ടതായിരുന്നു. അത് ചെയ്യാതെ പോയത് എന്റെ തെറ്റായി പോയി എന്ന് സത്യഭാമ ശ്യാമയെ നോക്കി പറഞ്ഞു. അത് കേട്ട ഉടനെ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ വിഷമിച്ചേക്കുമ്പോ സത്യഭാമ പറഞ്ഞു, അല്ലെങ്കിലും ഞാന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നോ? രോഹിത്ത് അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ മറ്റൊന്നും നോക്കാതെ ഞാൻ നിലവിളക്കെടുത്ത് സ്വീകരിച്ചു. അതാണ് എന്റെ ഭാഗത്ത് വന്ന തെറ്റ്. ആ പെൺകുട്ടി ഈ സത്യഭാമയുടെ മരുമോളാകാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ആദ്യം നോക്കേണ്ടതായിരുന്നു. അല്ലെങ്കിലും അഴുക്ക് ചാലി കിടക്കുന്ന ആ പുഴുവിനെ എടുത്ത് നമ്മൾ പട്ടുമെത്തയിൽ കൊണ്ട് കിടത്താൻ ശ്രമിച്ചാൽ അത് വീണ്ടും അഴുക്ക് ചാലിലേക്ക് തന്നെയല്ലേ മടങ്ങി പോവുള്ളൂ. അതല്ലേ സംഭവിക്കുക എന്ന് സത്യഭാമ അറിയിച്ചു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. പണ്ട് ആരോ പറയാറുണ്ട്, ഏതോ ജീവിയെ കയം കാണിക്കരുത് എന്ന്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞതും ശാലിനിയോട് നേരെ തിരിഞ്ഞ് സത്യഭാമ പറഞ്ഞു, നീ നീ ഇത്രയും വലിയ ഒരു ത്യാഗം ചെയ്യാനായി പോയത് എന്തിനാണ്? സത്യത്തിൽ നിനക്ക് ഞാൻ നിന്റെ അനുജത്തിയെ നേരെയാക്കാനായിട്ട് ഒരാഴ്ച സമയം തന്നിരുന്നു. എന്നാലേ ആ സമയമൊന്നും ഇനി വേണ്ട. ഇനി ഒരു നിമിഷം പോലും ഇവൾ ഇനി സത്യഭാമയുടെ കുടുംബത്തുണ്ടാവില്ല എന്ന് സത്യഭാമ ശാലിനിയെ നോക്കി പറഞ്ഞു. സ്വന്തം കുടുംബത്തെ, സ്വന്തം അനുജത്തിയെ നേരെയാക്കാൻ കഴിയാത്തവളാണോ ഒരു നാട് ഭരിക്കാനായി പോകുന്നത്? നിന്റെ ആ മോഹയെ അങ്ങ് ഉത്തരത്തിൽ അങ്ങ് ഭദ്രമായി വെച്ചേക്ക് എന്ന് ശാലിനിയെ നോക്കി സത്യഭാമ ദേഷ്യത്തോടെ പറയുമ്പോ ശാലിനി ആകെ വിഷമത്തോടെ നോക്കുന്നു. ഈ സമയത്ത് താൻ കാരണമാണല്ലോ സത്യാമ്മ ഇങ്ങനെയൊക്കെ ശാലിനിയോട് പറയുന്നത് എന്നുള്ള വേദനയായിരുന്നു ആ സമയത്ത് ശ്യാമയുടെ മനസ്സിലും. അങ്ങനെ സങ്കടത്തോടെ ശ്യാമയും എല്ലാം അങ്ങനെ നോക്കി നിൽക്കുമ്പോ വിഷ്ണു അരികിലേക്ക് വന്ന് ചോദിച്ചു, അല്ലമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ അമ്മ അതിനോട് സംഭവിച്ചത്? അത് പറ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു, അതെന്താന്ന് ഞാൻ പറയണം അല്ലടാ? നിനക്കൊന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. നീയൊക്കെ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഞാൻ തന്നെ ഇനി പറഞ്ഞ് നിനക്കൊക്കെ മനസ്സിലാക്കണോ? ഈ ശ്യാമ ഇവളുടെ മുൻ കാമുകനെ കാണാനായി സ്വന്തം ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് പോയ കാര്യം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെ? അത് മാത്രമല്ല അവനോട് സ്വന്തം ഭർത്താവ് നിൽക്കെ ഒരു ജീവിതം തരാനായിട്ട് അവള് അപേക്ഷിച്ചു, അതും അങ്ങനെ നടന്നിട്ടില്ല അല്ലെ? അവളെ നിഷ്കരണം തള്ളിക്കളഞ്ഞപ്പോ, അവളെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ വേദനയിൽ മനസ്സ് നൊന്ത് അതുവഴി വന്ന ഒരു കാറിന് മുന്നിലേക്ക് ആത്മഹത്യ ചെയ്യാനായി എടുത്തു ചാടിയിട്ടുമില്ല അല്ലെ? ഇതൊക്കെ ഒന്നും നടക്കാത്ത കാര്യങ്ങളാണല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് നേരെ സത്യഭാമ നടന്ന സംഭവങ്ങൾ ഓരോന്നുമായി എണ്ണി പറയുന്നു. അത് കേട്ടതും ശാലിനിയും വിഷ്ണുവും എല്ലാം ഞെട്ടിത്തെറിച്ചങ്ങനെ നിന്നു. ഉടനെ സത്യഭാമയുടെ ആ ദേഷ്യത്തിന് പിന്നിലുള്ള കാരണം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് വന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയതോടെ ഇനി എന്താ പോംവഴി എന്ന് ആശങ്കപ്പെട്ടു. അപ്പോഴേക്കും സത്യഭാമ ചോദിച്ചു, എന്താ നീ മറുപടി ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യമല്ലടാ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ചതും ഉടനെ വിഷ്ണു ചോദിച്ചു, അല്ലമ്മേ അമ്മയോട് ആരാ ഈ പൊട്ട കള്ളങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, കള്ളങ്ങളോ? ആരാടാ പറഞ്ഞത്? ഇതെല്ലാം സത്യമായി നടന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അല്ലമ്മേ ഇതൊന്നും ഇവിടെ നടന്ന സംഭവങ്ങളല്ല. ഉടനെ വിഷ്ണുവിന്റെ ആ മറുപടി കേട്ട് സത്യഭാമ ചോദിച്ചു, പിന്നെ നീയൊക്കെ എന്തിനാ ഇവിടെ വന്നത്? അത് പറ, നീയൊക്കെ ഇവിടെ വന്നതിന്റെ കാരണം എനിക്ക് അറിയണം എന്ന് സത്യഭാമ പറഞ്ഞതും വിഷ്ണു ഉടനെ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ അതിനുള്ള കാരണം ശാലിനി പറയും. അപ്പോഴേക്കും എന്താ കാര്യം എന്നറിയാതെ ശാലിനി ആകെ അതിശയത്തോടെ നോക്കി. എന്താ എന്ന് സത്യഭാമ നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു, അമ്മേ ഇവിടെ വരാനുള്ള കാരണം ശാലിനിയാണ്. ഉടനെ സത്യഭാമ ആകെ ടെൻഷനോടെ നോക്കിച്ചു ശാലിനിയെ നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അയ്യോ അമ്മേ അതിന് ശാലിനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല.
ഉടനെ എന്താ വിഷ്ണു പറയാൻ പോകുന്നതെന്ന് ആശങ്കയോടെ ശാലിനി വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സത്യഭാമ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങളെല്ലാം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നത് എന്ന് സത്യഭാമ അന്വേഷിക്കുമ്പോ വിഷ്ണു പറഞ്ഞു, അത് പിന്നെ അമ്മേ, സന്തോഷിക്കാനുള്ള ഒരു കാരണമുണ്ട്, അതാ. പെട്ടെന്ന് വിഷ്ണു എന്ത് പറയണമെന്നറിയാൻ ആശങ്കപ്പെട്ട് നിന്നപ്പോഴാണ് അതുവഴി ഒരു ഭാര്യയും ഭർത്താവും പ്രഗ്നന്റ് ആയ ഭാര്യയെ അവിടെ ചെക്കപ്പിന് കൊണ്ടുവന്നിട്ട് അവർ റിപ്പോർട്ടുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച വിഷ്ണു കണ്ടത്. അത് കണ്ടതോടെ സത്യഭാമയോട് പറഞ്ഞു, അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സന്തോഷത്തിന് വകയുണ്ട്, അതുകൊണ്ടാ. ഉടനെ സത്യഭാമ ചോദിച്ചു, എന്ത് സന്തോഷ വാർത്ത, എന്താണ് കാര്യം എന്ന് സത്യഭാമ വലിയ ആവശ്യത്തിൽ അന്വേഷിച്ചതും വിഷ്ണു പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു, അമ്മേ, അത് പിന്നെ അമ്മ വീണ്ടും ഒരു മുത്തശ്ശിയാകാൻ പോകുന്നു. അത് കേട്ടതും സത്യഭാമയുടെ മനസ്സ് നിറഞ്ഞു. സത്യഭാമയുടെ കണ്ണുകൾ വിടർന്ന്, സത്യമാണോടാ എന്ന് അതിശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതേമേ, അതാ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നത്. ഉടനെ സത്യഭാമ ആകെ അതിശയത്തോടെ ശാലിനിയെ നോക്കുന്നു. ശാലിനി ഇതെന്തൊക്കെയായി വിഷ്ണുവേട്ടൻ പറഞ്ഞത് എന്ന ഞെട്ടലിൽ അങ്ങനെ നിൽക്കുമ്പോ ശ്യാമയും രോഹിത്തും വിഷ്ണു പറഞ്ഞ ആ ഒരു കള്ളം അതെങ്ങനെ പ്രാവർത്തികമാകുന്നു, അത് എന്തൊരു കള്ളം, ഒരിക്കലും സത്യമായി തീരാത്ത ഒരു കള്ളമായതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി സത്യാമ്മയുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ആ നിമിഷം പറഞ്ഞെത്തി. ഉടനെ തന്നെ എല്ലാവരും ഇങ്ങനെ ആശങ്കയോടെ വിഷ്ണുവിനെ തുറന്ന് നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു, ഓ അത് ശരി, അല്ല അതിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാടാ അമ്മ ഇക്കാര്യം അറിയരുതെന്ന് ഇവരോടെല്ലാവരോടും പറഞ്ഞത് എന്ന് വിഷ്ണുവിനോട് സത്യഭാമ ചോദിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, ഓ അമ്മ ഇത് അറിയരുതെന്ന് ഞാൻ പറഞ്ഞെന്നോ? അപ്പോഴേക്കും സത്യഭാമ വീണ്ടും പറഞ്ഞു, അതെ, നീ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടല്ലോ, ഞാനത് അറിയാൻ പാടില്ല എന്ന് നീ പറഞ്ഞത് എന്തിനാ എന്ന് സത്യഭാമ വീണ്ടും അന്വേഷിച്ചതും എന്ത് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നതായിരുന്നു അടുത്ത വിഷ്ണുവിന്റെ ആശങ്ക. ഉടനെ തന്നെ വിഷ്ണു കുറച്ചു നേരത്തേക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു, അയ്യോ അത് പിന്നെ അമ്മേ, വേറൊന്നുമല്ല, ഞാനേ ഇക്കാര്യം അമ്മയോട് തൽക്കാലം പറയണ്ട എന്ന് ഇവരോട് പറയാൻ കാരണം ഇതൊരു സർപ്രൈസ് ആയിട്ട് അമ്മയെ അറിയിക്കാമെന്ന് കരുതി, അത് മാത്രമാണ് എന്ന് വിഷ്ണു ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുന്നു. അപ്പോഴേക്കും സത്യഭാമ സർപ്രൈസോ എന്ന് അതിശയത്തോടെ ചോദിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, അതേമേ, വീട്ടിൽ വെച്ച് പെട്ടെന്നൊരു തലചുറ്റില് ശാലിനിക്ക് തോന്നി, ഞങ്ങൾക്ക് ആകെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് എല്ലാവരോടും പറയാമെന്ന് കരുതി, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവരിവിടെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉടനെ ഇവരെയും വിളിച്ച് വിവരം അറിയിച്ചു, അതാണ് ഇവർ വേഗം ഇവിടേക്ക് വന്നത്. കൂടെ ആള് വേണല്ലോ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആള് കൂടെ വേണല്ലോ എന്ന് കരുതിയാ ഞാൻ ഇവരെ വിളിച്ചത് എന്ന് വിഷ്ണു അറിയിച്ചു. എല്ലാം കേട്ടതും സത്യഭാമ പറഞ്ഞു, എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞ് വേഗം സത്യഭാമ ശാലിനിയുടെ അരികിലേക്ക് ചെന്നു. മോളെ, നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്ക് എന്ന് സത്യഭാമ ശാലിനിയോട് ക്ഷമ പറയുന്നു. എന്നിട്ട് ശാലിനിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് എല്ലാവരും ആകെ അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ സത്യഭാമ ശ്യാമയുടെ നേരെ തിരിഞ്ഞു, മോളെ, നീയും എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ഓരോന്നെല്ലാം പറഞ്ഞുപോയി, എനിക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായി, അതാണ് എന്ന് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു, അതേമ്മേ, അതാ ഞാൻ പറഞ്ഞത്, അമ്മയോട് ആരോ പച്ചക്കള്ളങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മളെ തമ്മിൽ പിരിക്കാനും അതാരോ മനഃപൂർവ്വം ചെയ്തതാണമ്മേ എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പെട്ടെന്ന് ആലോചിച്ചു, അന്ന് ശ്യാമയുടെയും രോഹിത്തിന്റെയും ഫോട്ടോ കാണിക്കുവാനായി തന്റെ വീട്ടിൽ കയറി വന്ന് സരള നടത്തിയ അന്നത്തെ പ്രകടനം, ഭാമേ, നിനക്ക് ചുറ്റും ഒരു നിഴൽ യുദ്ധം നടക്കുന്നുണ്ടെന്നും അത് നീ അറിയുന്നില്ല എന്നും അതിന്റെ എല്ലാത്തിനും പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് ശാലിനിയാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ശാലിനിക്കും ശാരദാമ്മയ്ക്കുമെതിരെ തന്റെ മനസ്സിൽ അവരോടുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അന്ന് സരളയുടെ ഭാഗത്തു നിന്നുണ്ടായത് സത്യഭാമ ഓർമ്മിച്ചു. അതുപോലെയുള്ള ഒരു ശ്രമമാണ് ഇത്തവണയും സരള നടത്തിയിരിക്കുന്നത് എന്ന് സത്യഭാമ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയും എന്താ കാര്യം എന്നറിയാതെ അതിശയത്തോടെ നോക്കി. ഉടനെ സത്യഭാമയോട് വിഷ്ണു പറഞ്ഞു, അമ്മേ, ഇനി വാ, നമുക്ക് പോകാം, നമുക്കത് ആഘോഷിക്കണ്ടേ എന്ന് ചോദിച്ച് വിഷ്ണു സത്യഭാമയെ വിളിച്ചതും സത്യഭാമ പറഞ്ഞു, അതൊക്കെ ഇരിക്കട്ടെ, അല്ല ശാലിനിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ എവിടെയാ എന്ന് ചോദിച്ചതും വിഷ്ണു വീണ്ടും പിടിക്കപ്പെട്ടല്ലോ എന്ന ആശങ്കയിലായി. അപ്പോഴേക്കും ശാലിനിയും ടെൻഷനിലായി. ദൈവമേ, മെഡിക്കൽ റിപ്പോർട്ട്സ് ചോദിച്ചാൽ ഇനി എങ്ങനെ കാണിച്ചു കൊടുക്കും എന്നോർത്ത് ശാലിനിയും ആകെ ടെൻഷൻ അടിച്ചു. ഉടനെ തന്നെ വിഷ്ണു പെട്ടെന്ന് ഒരു ചിരി അങ്ങ് നടത്തുന്നു. വിഷ്ണുവിന്റെ പഴയ അടവ് തന്നെ വിഷ്ണു പ്രയോഗിച്ചു. സത്യാമ്മയുടെ മുന്നിൽ നിന്ന് വിഷ്ണു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്ത് കള്ളം പറഞ്ഞ് ഇതിൽ നിന്ന് തടിതപ്പം എന്നതായിരുന്നു വിഷ്ണുവിന്റെ ആലോചന. അപ്പോഴേക്കും വിഷ്ണു വേഗം സത്യാമ്മയോട് പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ ആ മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, അത് ഞാൻ ലാബിൽ വെച്ച് മറന്നുപോയി, അത് എടുക്കാൻ ഞാൻ മറന്നു, അതാ പറ്റിയത് എന്ന് വിഷ്ണു സത്യഭാമയോട് പറയുന്നു. അത് കേട്ടതും സത്യഭാമ ചോദിച്ചു, അത് ശരി, നീ ലാബിൽ വെച്ച് മറന്നുപോയെന്നോ? അല്ല, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണോടാ ലാബിൽ വെച്ച് മറന്നു പോകേണ്ടത്? നിന്റെ ഒരു കാര്യം പോയി എടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് വിഷ്ണുവിനോട് പോകാനായി ശകാരിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ അല്ലേ, അത് നമുക്ക് പിന്നെ വന്ന് എടുക്കാം, ആദ്യം നമുക്കത് ആഘോഷിക്കണ്ടേ, ഞാനൊരു അച്ഛനാകാൻ പോകുന്നതിന്റെ ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കണ്ടേ അമ്മേ എന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, മതി മതി മതി, നീ നിർത്തിക്കോ, വേഗം നീ പോയി ആ മെഡിക്കൽ റിപ്പോർട്ട്സ് എടുത്തോണ്ട് വാ, എന്നിട്ട് മതി ബാക്കി ആഘോഷമൊക്കെ എന്ന്
സത്യഭാമ വിഷ്ണുവിനോട് പോയി എടുത്തുകൊണ്ട് വരാനായി നിർബന്ധിച്ചു. വിഷ്ണു അവസാനം സത്യാമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്ക് വീട്ടിൽ ചെന്ന് ഇതിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വന്നത് മേടിച്ചോണ്ട് വന്നാ പോരെ എന്ന് ചോദിച്ചിട്ടും സത്യാമ്മ പറഞ്ഞു, വിഷ്ണു ഞാൻ നിന്നോട് പറയുന്നത് നീ മര്യാദയ്ക്ക് കേക്ക്, അതാ നല്ലത് എന്ന് പറഞ്ഞു. ശരിയമ്മേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ആകെ സത്യാമ്മയുടെ ആ ശകാരം എല്ലാം കേട്ട് വിഷമിച്ച് എന്ന ശാലിനി കരികിലേക്ക് സത്യാമ്മ എത്തി. എന്റെ പൊന്നുമോളോട് ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ടു അല്ലെ മോളെ, ഈ സമയത്ത് ഇങ്ങനെ അധിക നേരം നിൽക്കാൻ പാടില്ല, മോള് വാ ഇവിടെ വന്നിരിക്കെ എന്ന് പറഞ്ഞ് ശാലിനിയെ വളരെ സ്നേഹത്തോടെ സത്യാമ്മ വിളിച്ച് ആ ബെഞ്ചിലേക്ക് കൊണ്ടു ചെന്നിരുത്തുന്നു. സത്യാമ്മയുടെ കൂടെ ശാലിനി അവിടെ ചെന്നിരിക്കുമ്പോ രോഹിത്തും ശ്യാമയും എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടക്കുന്നതെന്ന് അറിയാതെ അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും സത്യാമ്മ വളരെ സന്തോഷത്തോടെ ശാലിനിയെ പരിചരിക്കുകയും വളരെ സ്നേഹത്തോടെ ശാലിനിയോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ശാലിനി ആലോചിച്ചത്, ദൈവമേ ഇനി വിഷ്ണുവേട്ടൻ എവിടെ ചെന്ന് ലാബ് റിപ്പോർട്ട് ഉണ്ടാക്കും, എനിക്കറിയില്ല, ഇനി എന്തൊക്കെയാ സംഭവിക്കുക ഈശ്വര എന്നെല്ലാം ആലോചിച്ച് ശാലിനി വല്ലാതെ ടെൻഷൻ അടിക്കുന്നു. ഈ സമയത്ത് ശാലിനി ഇങ്ങനെ ആദ്യ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യാമ്മ ശാലിനിയെ പരിചരിച്ചുകൊണ്ട്, മോൾക്ക് ഇനി എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം മോള് ചിന്തിച്ചാൽ മതി, മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഇനി ആലോചിക്കരുത് എന്നൊക്കെ ശാലിനി ഉപദേശിച്ചുകൊണ്ട് സത്യാമ്മ അങ്ങനെയായിരുന്നു. അപ്പോഴാണ് വിഷ്ണു സത്യാമ്മ പറഞ്ഞതനുസരിച്ച് ഒരു റിപ്പോർട്ട് എങ്ങനെ സംഘടിപ്പിക്കുമെന്നോർത്ത് അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഇരിക്കുന്ന ആ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന OPDക്ക് അവിടെ ഡോക്ടറെ കാണുവാനായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തി. അവിടെ വന്ന് ഇനി എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചങ്ങനെ വിഷ്ണു ചുറ്റുപാട് വന്ന് നോക്കി. അപ്പോഴാണ് അല്പം കുറച്ച് മാറി അവിടെ ഒരു ബെഞ്ചിലിരിക്കുന്ന ഒരു ചെയറിൽ ആ ഗർഭിണി പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് ആ പ്രഗ്നന്റ് ആയ ആ പെൺകുട്ടി അവിടെ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്നു. ഇത് കണ്ടതോടെ വിഷ്ണു താൻ കണ്ട ആ പെൺകുട്ടി അത് തന്നെയാണല്ലോ എന്ന് ആലോചിച്ചു. വേഗം തന്നെ വിഷ്ണു ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതും ആ പെൺകുട്ടിയുടെ ഭർത്താവ് അപ്പുറത്ത് മാറി നിന്ന് ഒരു നേഴ്സിനോട് സംസാരിച്ച് നിൽക്കുന്നതും വിഷ്ണു കാണാനിടയായി. ഉടനെ തന്നെ വിഷ്ണു പമ്മി വേഗം ആ പെൺകുട്ടി ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ആ നടുക്കുള്ള ആ സീറ്റിൽ ആ പെൺകുട്ടി തന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം എടുത്തു വെച്ചിരുന്നു. അത് അവിടെ വെച്ച് സംസാരത്തിൽ അങ്ങനെ മുഴുകി ആ പെൺകുട്ടി ഇരിക്കുന്നത് കൊണ്ട് ആ റിപ്പോർട്ട്സ് ഇരിക്കുന്നതിന്റെ തൊട്ടരികിലുള്ള ചെയറിൽ തന്നെ വിഷ്ണുവും സ്ഥാനം ഉറപ്പിക്കുന്നു. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ആശങ്കയോടെ വിഷ്ണു പതുക്കെ ആ മെഡിക്കൽ റിപ്പോർട്ട്സ് തുറന്നു നോക്കി. ആ ഫയൽ തുറന്നതും അതിനുള്ളിൽ ഇരിക്കുന്ന ഒരു റിപ്പോർട്ട് പതുക്കെ കയ്യിലേക്ക് എടുത്തു. അതിൽ അന്ന് പ്രഗ്നന്റ് ലേഡി ആയിട്ടുള്ള ആ പെൺകുട്ടി ആയതുകൊണ്ട് എന്തായാലും ആ പെൺകുട്ടിയെ ടെസ്റ്റ് ചെയ്തതിന്റെയൊക്കെ ലാബ് റിപ്പോർട്ടുകളായിരിക്കും അതെന്നുള്ള വിശ്വാസത്തിൽ വിഷ്ണു വേഗം അതിലൊരു റിപ്പോർട്ട് കയ്യിലേക്ക് എടുക്കുന്നു. അതെടുത്തതും മനസ്സിൽ ആ പെൺകുട്ടിയോട് ക്ഷമ പറഞ്ഞു, പെങ്ങളെ പൊറുക്കണം, അത്യാവശ്യ സന്ദർഭമായതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് മനസ്സിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് വിഷ്ണു പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുന്നു. എന്നിട്ട് കുറച്ചു ദൂരം മാറിയതിനു ശേഷം ആരെങ്കിലും താൻ അത് മോഷ്ടിക്കുന്നത് കണ്ടുപോയോ എന്ന് ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കി. ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് ഉറപ്പായതോടെ വിഷ്ണു വേഗം ആ റിപ്പോർട്ടും കയ്യിലെടുത്തുകൊണ്ട് സത്യാമ്മയും ശാലിനിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു. സത്യാമ്മ അപ്പോഴേക്കും ആലോചിച്ചു, ഇത്രയും നേരമായിട്ടും ഇവനിത് എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ എന്താണ് അവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, എവിടെ നിന്ന് ഞാൻ മെഡിക്കൽ റിപ്പോർട്ട്സ് സംഘടിപ്പിക്കും എന്ന ടെൻഷനിലായിരുന്നു ശാലിനി. ഉടനെ തന്നെ വിഷ്ണു വേഗം റിപ്പോർട്ടുമായിട്ട് അവിടേക്ക് ഓടിയെത്തി. കയ്യിലിരിക്കുന്ന ആ പേപ്പർ പതുക്കെ ചുരുട്ടി പിടിച്ച് വിഷ്ണു വേഗം ശാലിനിയുടെ അരികിലേക്ക് സത്യാമ്മയുടെ അരികിലേക്ക് ഓടി വരുന്നു. വിഷ്ണു ആ റിപ്പോർട്ട് കൈ പിടിച്ചിട്ട് സത്യാമ്മയോട് പറഞ്ഞു, അമ്മ ഇതാ റിപ്പോർട്ട് കിട്ടി, വാ അമ്മേ ഇന്ന് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു സത്യാമ്മയോട് വരാനായി ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു, പോകാൻ വരട്ടടാ, അവിടെ നിൽക്ക്, നീ ആ റിപ്പോർട്ടിങ് കാണിച്ചേ എന്ന് സത്യാമ്മ ആവശ്യപ്പെട്ടു. ഉടനെ സത്യാമ്മ അത് ചോദിച്ചതും ശാലിനിക്കാകെ ടെൻഷനായി. ദൈവമേ, ഏത് പേഷ്യന്റിന്റെ റിപ്പോർട്ടാണോ വിഷ്ണുവിനെ കൊണ്ടുവന്നിരിക്കുന്നത്, അതിലെന്തായാലും പേഷ്യന്റിന്റെ പേരുണ്ടാവുമല്ലോ കൃഷ്ണ, ഇനി എന്ത് ചെയ്യും എന്നെല്ലാം ആകെ സങ്കടത്തോടെ ശാലിനി ആലോചിച്ചു. അപ്പോഴേക്കും വിഷ്ണു, അമ്മ ഇത് വേണോ, ഇത് വീട്ടിൽ ചെന്നിട്ട് നോക്കിയാ പോരെ എന്ന് വിഷ്ണു ആ റിപ്പോർട്ട് കൊടുക്കാനായി മടി കാണിച്ചതും സത്യാമ്മ പറഞ്ഞു, എടാ നിന്നോടാ പറഞ്ഞത് അതിങ്ങോട്ട് തരാൻ എന്ന് പറഞ്ഞ് സത്യാമ്മ നിർബന്ധപൂർവ്വം വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ആ മെഡിക്കൽ റിപ്പോർട്ട്സ് പിടിച്ചു വാങ്ങിക്കുന്നു. ആ റിപ്പോർട്ട് വാങ്ങി സത്യാമ്മ അത് നോക്കിയതും ഇതോടെ ഈ നാടകം പൊളിഞ്ഞുവെന്നും എന്നേക്കുമായി സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്നു എന്നുള്ള നിരാശയിൽ ശാലിനിയും രോഹിത്തും ശ്യാമയും ഒക്കെ ആകെ ടെൻഷൻ അടിച്ച് സത്യാമ്മ ആ റിപ്പോർട്ട് നോക്കുന്നത് കണ്ട് ആദ്യ പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മ ആ റിപ്പോർട്ടിലേക്ക് നോക്കിയിട്ട് വല്ലാത്ത ദേഷ്യത്തോടെ ഒരു ആകെ മനസ്സിലാകെ സംശയം നിറഞ്ഞതുപോലെ സത്യാമ്മ വിഷ്ണുവിന് നേരെ നോക്കുന്നു. ഇതോടെ തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശാലിനി ഇനി എന്താണ് സത്യാമ്മയുടെ പ്രതികരണം എന്നറിയാനായി കാത്തു നിൽക്കുന്നു.